ബുദ്ധിമുട്ടവരോ അനുസരണമില്ലാത്തവരോ വഴിതെറ്റി നടക്കുന്നവരോ ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരോ ആയിട്ടുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലം അങ്ങനെ കഴിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനമാണ്. 3 അധ്യായങ്ങളുള്ള ഈ ലേഖനത്തിൽ ഇതിൻ്റെ 3 അധ്യായമാണല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 3 അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ രക്ഷിച്ചെടുത്തതായിട്ടാണ് കാണുന്നത്. നമ്മുടെ നീതിപ്രവൃത്തികൾ കൊണ്ടല്ല നമ്മളെ രക്ഷിച്ചത്. നമ്മൾ അതിൻ്റെ മുൻപിലത്തെ വാക്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ, മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പായിക്കുന്നവരും ആയിരുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോട് പറയുകയാണ്, നമ്മളിപ്പോൾ രക്ഷിക്കപ്പെട്ടു, കാര്യം ശരിയാണ്, പക്ഷേ മുൻപേ നമ്മൾ എങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. നമ്മളിപ്പോൾ വായിച്ചതുപോലെ മുമ്പേ നമ്മൾ ബുദ്ധികെട്ടവരായിരുന്നു, അനുസരണമില്ലാത്തവരായിരുന്നു, വഴിതെറ്റി നടക്കുന്നവരായിരുന്നു, നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നല്ലോ. ഈ വിധ കുറവുകളെല്ലാം ഉള്ള വ്യക്തികളായിരുന്നു നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്. പക്ഷെങ്കിൽ അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പോൾ കർത്താവിന് നമ്മളോട് കരുണ തോന്നിയിട്ട് നമ്മളെയൊക്കെ രക്ഷിച്ചെടുത്തു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ, പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഈ പാപപ്രവൃത്തിയിൽ നിന്നെല്ലാം മാറി നമ്മൾ കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണാപ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പം കർത്താവിന് നമ്മളോടൊരു കരുണ തോന്നിയത് കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വരുവാൻ ഇടയായി തീർന്നത്. മുൻപേ നമ്മൾ പലവിധ പാപത്തിന് അടിമകളായിരുന്നു. അങ്ങനെയുള്ള നമ്മളെയാണ് ദൈവം വിളിച്ച് വേർതിരിച്ചത്. രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മാവിൽ ആയിരിക്കാനും ദൈവം നമ്മളെ സഹായിച്ചത് ദൈവത്തിൻ്റെ കൃപയും കരുണയുമാണ്. നമ്മുടെ യാതൊരു മിടുക്കോ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയോ ഒന്നുമല്ല. ഒരു യോഗ്യതയുമില്ലാതിരുന്ന സ്ഥാനത്താണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്, രക്ഷിച്ചത്. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് അവസാനത്തെ തുള്ളി രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത് നമ്മൾ വിശ്വസിച്ചു. നമ്മൾ ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. നമ്മൾ ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. നമ്മൾ ഈ വചനം സത്യമാണെന്ന് വിശ്വസിച്ചു. അങ്ങനെ നമ്മുടെ പാപപ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ കർത്താവിൻ്റെ ആ കരുണയും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ആ രക്ഷയിലേക്ക് വരുവാനിടയായി തീർന്നു. തീത്തോസിനോട് പറയുവാണ്, അങ്ങനെ നമ്മുടെ പഴയ കാലത്തെക്കുറിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു കാലമായിരുന്നു നിങ്ങൾക്ക്, പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യാസമായി കരുണയോടെ, ദൈവം കരുണയോട് നമ്മളെ രക്ഷിച്ചെടുക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും നമ്മൾ ഈ 3-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ ബുദ്ധിമുട്ടവരോ അനുസരണമില്ലാത്തവരോ വഴിതെറ്റി നടക്കുന്നവരോ നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരോ ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരോ ആയിട്ടുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലം അങ്ങനെ കഴിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഈ വിധ പാപങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഏത് വ്യക്തിയെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആ ക്രൂശിലേക്ക് ആ സ്നേഹം നമ്മളെ വിളിക്കുകയാണ്. ആ കർത്താവിൻ്റെ ആ രക്ഷയിലേക്ക് വരുവാൻ നമ്മളെല്ലാവരെയും, ഇത് കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ കരുണ നിങ്ങളെ നോക്കിയിരിക്കുകയാണ്. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം ഈ നാളുകളിൽ നമ്മെ സഹായിക്കട്ടെ.